ഹായ്, കാൺവിയിലേക്ക് സ്വാഗതം. ഇന്നലെ പഴം കേക്ക് ഉണ്ടാക്കിയിരുന്ന ഡേ ഇൻ മൈ ലൈഫൊക്കെ വിട്ടിരുന്ന് കണ്ടിരുന്നോ? ഇന്ന് ഇതാ നല്ലൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. ഹോട്ട് മിൽക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതായത് പാല് ചൂടാക്കിയിട്ട് ഉള്ളൊരു കേക്ക്. നമ്മൾ സാധാ മിൽക്ക് കേക്ക് അതുപോലെ സാധാ സ്പഞ്ച് കേക്കൊക്കെ പോലെ തന്നെയാണ്. ഇത് പാല് ചൂടോടെ ഒഴിച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനായിട്ട് ഉള്ളത് മുട്ട വേണം. മുട്ട 4 മുട്ട കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. 4 മുട്ട എടുക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുക്കുക. അത് പൊടിച്ച പഞ്ചസാര ആയാലും കുഴപ്പമില്ല, പൊടിക്കാത്തതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത് എടുക്കുക. പിന്നെ മൈദ വേണം. മൈദ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബേക്കിംഗ് പൗഡറും ഉപ്പും ചേർത്തി കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് 1 കപ്പ് പാലും ഇതുപോലത്തെ ഒരു കട്ട ബട്ടറും എടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാലിൽ ഈ ബട്ടറും ചേർത്തിക്കാണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ടത് ഈ മിക്സൊക്കെ റെഡി ആയതിന് ശേഷം ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. തിളച്ചിട്ട് അത് ചൂടോടെ തന്നെ അങ്ങനെ വെച്ചിരിക്കണം. ആ ചൂടോടെ തന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ബട്ടറൊന്ന് മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. പൊടിയിൽ ഞാനൊരു നുള്ളുപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി മുട്ടയും പഞ്ചസാരയും കൂടി നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് വനില എസൻസും കൂടി ചേർത്തിട്ട് നല്ല അടിച്ചെടുക്കുക. ഇനി വനില എസൻസിന് പകരം ഏലക്കായ പൊടിയാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് മുട്ടൻ്റെ ചുവ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തെ ഫ്ലേവർ ചേർക്കുന്നത്. അതൊന്ന് നല്ലോണം ഒന്ന് നല്ല ഫ്ലഫി ആവണ വരെ അടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പാല് ബട്ടറും ചൂടാക്കിയത് ഒഴിച്ചു കൊടുക്കുക. അത് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. അത് കുറച്ച് നേരം കൂടി മിക്സർ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മൈദ, ബേക്കിംഗ് പൗഡർ, നുള്ളുപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കുറേശ്ശായി ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നാൽ കട്ട കെട്ടാതെ നല്ല രീതിയിൽ മിക്സായി കിട്ടുള്ളൂ. അത് മുഴുവനായി ഇട്ട് കൊടുത്തതിന് ശേഷം കുറേശ്ശെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഹാൻഡ് മിക്സർ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിട്ട് കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്പീഡിൽ മിക്സ് ചെയ്ത് ഒന്നിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ബേക്കിംഗ് പേപ്പർ ഒന്ന് ഓയിൽ ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ ഒന്ന് വെച്ച് ചെയ്തെടുക്കുക. ഇത് തിരിച്ച് മറിച്ചിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നല്ല ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കേക്ക് നന്നാവുമെന്ന് മനസ്സിലാക്കുന്നതാണെങ്കിൽ തന്നെ ഈ ഒരു മിക്സ്ചറിൻ്റെ ആ റിബൺ സൈസ് കണ്ടില്ലേ, അതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ വരിക. ഞാൻ കുറച്ച് ഇതിൽ ഒഴിച്ചിട്ട് ബാക്കി വേറൊരു പാത്രത്തിൽ ഒഴിക്കുന്നുണ്ട്. ഇത് ഓവനിൽ വെക്കാൻ വേണ്ടിയാണ്. അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാത്രത്തിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ 2 സൈഡിലും ആക്കി കൊടുത്താൽ കേക്ക് വേഗം കിട്ടും. കേക്ക് മുട്ടി പിടിക്കില്ല. ബട്ടർ പേപ്പർ വേഗം ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബട്ടർ പേപ്പർ നല്ല രീതിയിൽ കിട്ടുന്നതുണ്ട്. ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കാത്ത അങ്ങനത്തെ ബട്ടർ പേപ്പറും കിട്ടുന്നുണ്ട്. ഇത് ആ ബട്ടർ പേപ്പറല്ല, അതുകൊണ്ടാണ് ഞാൻ ഓയിലൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ മൈദ മിക്സർ ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ സ്റ്റൗ ടോപ്പമിലാണ് വെക്കുന്നത്. ഒരു വലിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് ഈ പാത്രം ഇറക്കി വെക്കുകയാണ്. അതിൻ്റെ അടിയിൽ ഞാൻ ഇത് മെറ്റൽ പൊടിയാണ് ഇട്ട് കൊടുത്തത്. മണൽത്തരികളോ അല്ലെങ്കിൽ തരിക അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലുള്ള മെറ്റൽ പൊടിയൊക്കെ ആകുമ്പോൾ വേഗം ചൂട് പിടിച്ച് വേഗം റെഡിയായി കിട്ടിക്കോളും. അത് അതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് മൂടി വെക്കുക. മൂടി വെക്കാൻ ഇതധികം പൊന്താത്ത കുറച്ചല്ലേ ഉള്ളൂ മാവ്, അതുകൊണ്ട് ഞാൻ മൂടി വെച്ചത്. ഇല്ലെങ്കിൽ മൂടി വെക്കേണ്ട ആവശ്യമില്ല, മേലെ മാത്രം മൂടിയാൽ മതി. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു കനത്തിൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. ഇതൊരു 20 മിനിറ്റ് ആയപ്പോഴേക്കും ആയിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്കിത് റെഡിയായി വരുമ്പോഴേക്കും നമുക്കൊരു പേടിയാണ്. ഇത് കൊളാവോ എന്നുള്ളൊരു പേടിയാണ് ഇക്കാര്യം. കാരണം കേക്കായി കഴിഞ്ഞ് കൊളായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് മിക്സ്ചറിൽ തന്നെ നമുക്ക് ഒഴിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം റിബൺ സൈസ് മിക്സ്ചറാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടും എന്നുള്ളത്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് നല്ല പെർഫെക്റ്റായിട്ട് കാണുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തോന്നുന്നുണ്ട്. ഇനി ഒന്ന് ഒരു കൊള്ളി കൊണ്ട് കുത്തി നോക്കുക. അപ്പോൾ അതിമൊന്നും പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ടൈം വെക്കുകയാണെങ്കിൽ മേലേക്ക് ഒന്ന് ചോപ്പാവും. ഇത് ഇത്ര മതി ഞാൻ എടുത്തിട്ടുണ്ട്.
ഞാൻ ഓവനിൽ ഞാൻ 40 മിനിറ്റിലാണ് വെച്ചത്, 40 മിനിറ്റിൽ വെച്ചിട്ടുണ്ട്. പ്രീ ഹീറ്റ് ചെയ്തത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത്. ഇത് 175 ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളത്. അത് 40 മിനിറ്റ് പിടിച്ചിട്ടുണ്ട്. 150 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ അതിൽ 35 മിനിറ്റ് കൊണ്ടൊക്കെ കിട്ടും. അപ്പോൾ കുത്തി നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല തോനെ നമുക്ക് ഈ 4 മുട്ട കൊണ്ട് പിന്നെ പാലും ചേർത്തതുകൊണ്ട് ഇത്രയും കേക്ക് കിട്ടിയിട്ടുണ്ട്. പാലും മുട്ടയും കൂടി ആയതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണിത്. കുറച്ചും കൂടി ടൈം വെക്കണമെങ്കിൽ ഇതിന് മേലെ ബ്രൗൺ കളറായി കിട്ടും. കേക്ക് ബാറ്ററിൽ ചൂടോടെ പാൽ ഒഴിച്ചതുകൊണ്ട് ഒരു കുഴപ്പം വരില്ല കേട്ടോ. ഇനി ഓവനിലുള്ള കേക്ക് നോക്കാം. നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. മേലെ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അതാണ് ഓവനിൽ വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ എല്ലാ സൈഡും കിട്ടും. ഇനി അതൊന്ന് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ഊരി നോക്കുക. ഇതുപോലെ കണ്ടില്ല, പെട്ടെന്ന് ഊരാനും കഴിയുന്നുണ്ട്. ഓയിലൊക്കെ നല്ലപോലെ ആക്കിയതുകൊണ്ടാണ്. നമുക്ക് മുറിച്ച് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹോട്ട് മിൽക്ക് കേക്ക്. വലിയ വ്യത്യാസമൊന്നുമില്ല സ്പഞ്ച് കേക്കും ഹോട്ട് മിൽക്ക് കേക്കും കൂടി. എന്തായാലും നമുക്ക് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹോട്ട് മിൽക്ക് കേക്ക് ഉണ്ടാക്കുക. കുറച്ചും കൂടി കേക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. എനിക്കങ്ങനെ കേട്ടോ തോന്നി. നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഇതേ റെസിപ്പി തന്നെ ചെയ്ത് നോക്കി, ഒരു കുഴപ്പവും വരില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് കിട്ടും. നമുക്കിത് പിന്നെ തിന്നാൻ വേണ്ടി അല്ലെങ്കിൽ വിരുന്നുകാർക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി എടുത്ത് വെക്കാനും പറ്റും. ഇതുപോലെ ബോക്സിലാക്കി വെക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു.